വെച്ചു. നല്ലൊരു വളവാണ്. ഒപ്പം മാവ് നിൽപ്പുണ്ട് കേട്ടോ. നോക്കിയെടുക്കണേ. ക്ലച്ച് മുഴുവൻ ചവിട്ടുക. സെക്കൻഡ് ബ്രേക്കിന്ന് വിട്ട് പയ്യേക്കാം. ഈ മാവോട്ട് ചേർത്താറ് അവിടെ വരണം. തിരിച്ചതേപോലെ ക്ലച്ചിന്ന് ഹാഫ് ക്ലച്ചിന് ആക്സിലേറ്റർ. പിള്ളേർ സൈക്കിളിൽ പോകുന്നുണ്ട് നോക്കണം. ഈ പോകുന്ന നല്ല അത്യാവശ്യം നല്ല വളവും തിരുവുള്ളതാണ്. നിനക്ക് സെക്കൻഡ് ഗിയറിലാണ് പോകാൻ പറ്റുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിൽ പോയാൽ മതി. എന്നാൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഒരു വണ്ടിയും കൂടെ കയറി വന്നാൽ കൺജസ്റ്റഡ് ആവും. മനസ്സിലായ? വെച്ചെടുത്തേടാ. അവിടെ ഇരുന്ന് നല്ലൊരു വളവാണ്. വേഗത കുറച്ച് ഗിയർ ഡൗൺ ചെയ്ത് പയ്യെ വളച്ചാൽ മതി. ബ്രേക്ക് വേഗത കുറയ്ക്കണം. വേഗത കുറച്ചിട്ടാണ് ഗിയർ എന്ത് ചെയ്യുന്നത്, ഡൗൺ ചെയ്യുന്നത്. മനസ്സിലായ? ധൃതി വെക്കണ്ട. പയ്യക്കറ ഹാഫ് ക്ലച്ചിൽ തന്നെ വളച്ചാൽ മതി കേട്ടോ. തിരിച്ച് ലെഫ്റ്റ് അതേപോലെ കറക്റ്റ് ലെഫ്റ്റ് പോവാ മതി. വണ്ടി നേരെ വരട്ടെ. ബ്രേക്കിന് വിടറാ. മാറ്റി പോട്ടെ. അവിടെ ഒരു ജംഗ്ഷനാണ്. പോക്കറ്റ് റോഡുള്ളത് നമുക്ക് പെട്ടെന്ന് കയറിയൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഒരു ജംഗ്ഷൻ പോലെ തന്നെ ഇരു സൈഡും റോഡുണ്ട്. വേഗം തുറക്കിവിടെ ഒരു പയ്യെ നോക്കി പോയാൽ മതി. വണ്ടി കയറി വരും കേട്ടോ. ഈ രണ്ട് റോഡ് തന്നെ. നേരെ വിടി. ക്ലച്ച് എവിടുത്തേടാ. അവിടെ ആൾക്കാർ ഇച്ചിരി കൂടി നിൽക്കുന്ന സ്ഥലമാണ്. അവിടെയും വേഗത കുറച്ച് നോക്കിയെടുക്കണം കേട്ടോ. നേരെ അവിടെ ബ്രേക്ക് ലൈറ്റ് ആയിട്ട് ചവിട്ടി. പോക്കറ്റ് റോഡുണ്ട്. അത് നല്ലൊരു വളവാണ് വരുന്നത്. ബ്രേക്ക് ഇച്ചിരി കൂടി ചവിട്ടി വേഗത കുറയ്ക്കും. ക്ലച്ച് മുഴുവൻ ചവിട്ട്. സെക്കൻഡ് ആയിട്ട് ബ്രേക്കിന് വിട്ടേ. ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കൊടുക്കും. റോഡ് നോക്കി കയറാം. തിരിച്ചതേപോലെ റൈറ്റ് നോക്കുന്ന അത്രയും വാല്യൂ തന്നെ എവിടെയും കൊടുക്കണം. ലെഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ റോഡിൻ്റെ ഇത് നോക്കി വളച്ച്. ലെഫ്റ്റ് റോഡ് എങ്ങനെ കിടക്കുന്നത് അത് നോക്കി വളച്ചു കൊടുത്ത് ലെഫ്റ്റ് വാ. നേരെ വിടി. ഇതാണ് സംഭവം. മനസ്സിലായ? അപ്പം പയ്യെ വേഗത കുറച്ച് പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആക്സലേഷൻ കൊടുത്ത് വേണമെങ്കിൽ വളയ്ക്കാം. വേഗത കുറച്ചേ വളച്ച് എന്ത് ചെയ്യാവുള്ളൂ, പഠിക്കാൻ പാടുള്ളൂ. ആക്സിലേറ്റർ കൊടുത്ത് വളച്ച് എന്ത് ചെയ്യരുത്, പഠിക്കരുത്. ചിലപ്പോൾ നമ്മുടെ അണ്ടറിൽ കിട്ടത്തില്ല. മനസ്സിലായോ? വെച്ച് വിട്ടു. തേട തട്ടിയല്ലാണ് ഗിയറിടേണ്ടത്. പിടിച്ച് ബലത്തെ ഇടാൻ നേരത്തെ സൈഡിലേക്കും. ബ്രേക്ക് വെച്ചോട്ടെ. ക്ലച്ച് മുഴുവൻ ചോട്ടെ. ബ്രേക്കിന്നൂടെ സെക്കൻഡ് ഫസ്റ്റ് ഇട്ട് എടുക്കുന്നു. അത്രയും നല്ല കുഴിയല്ലായിരുന്നു ഫസ്റ്റ്. ഇതാണ് ഫസ്റ്റ്. പിന്നെ ഇതിന് ഞാൻ തന്നില്ലേ, പിന്നെ എന്തിനാടാ ഞാൻ പിന്നെ ആശാനെന്നും പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ? എന്നാടാ പൊട്ടനെയും കാട്ടി കഷ്ടമായി പോയല്ലോ നീ. നല്ല രീതിയിലാണല്ലോ ഓടിച്ചോണ്ടിരുന്നത്. നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ? പിന്നെ എന്നാ പറ്റി? കുഴിയാണെങ്കിൽ അത്രയും വേഗത കുറച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. ആരടാ അങ്ങനെ ഇത്ര രാവിലെ കട്ട് ചെയ്തിടും. അത് രണ്ടാമത് വീഡിയോ എടുത്തേക്കണ്ട. വെച്ചെടുത്തേടെ ആൾക്കാർ വട്ടം ചേർന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇച്ചിരി വേഗത കുറച്ച് അത് നേരെ സൈഡേക്ക് ലെഫ്റ്റിലേക്ക് ബാലൻസ്.
അവിടെ ഇച്ചിരി വേഗത കുറച്ചെടുത്ത് ബ്രേക്ക് പോയി ചവിട്ടി ക്ലച്ച് മുഴുവൻ ചവിട്ടി സെക്കൻഡ് ബ്രേക്കിന് വിട്ട് പയ്യെ ക്ലച്ചിന്ന് വിട്ട് ലൈറ്റായിട്ട് മുളച്ചെടുത്ത് വേഗത ഇറങ്ങി റോഡ് നോക്കിയോളൂ കൊള്ളാം പയ്യെ ആക്സിലേറ്റർ മനസ്സിലായോ? അപ്പോൾ ഇവിടെ സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ എന്ത് ചെയ്തത് പയ്യെ വളച്ചത് ക്ലച്ച് എടുത്തേടാണ് കയറി ചെല്ലുന്ന ഒരു ജംഗ്ഷനിലേക്കാണ്. അവിടെയും വേഗത കുറച്ച് നിർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ നിർത്തിയെടുത്താൽ മതി. വാഹനം ഇല്ലെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോവാം. വേഗത കുറച്ച് ക്ലച്ച് ഒരു സെക്കൻഡായി ബ്രേക്കിന്ന് വിട്ടെ ഹാഫ് ക്ലച്ച് ചേർത്ത് ഇത് സൈഡും പടപടയെന്ന് പറഞ്ഞു നോക്കി രണ്ട് സൈഡും നോക്കിക്കൊണ്ടിരിക്കും. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് നോക്കിക്കൊണ്ടിരിക്കും. എടാ രണ്ട് സൈഡും നോക്കിക്കൊണ്ടിരിക്കണം. വണ്ടി എപ്പോഴാണ് കയറി വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് അവിടെ കൊടുക്കുക. ബ്രേക്ക് ലൈറ്റായിട്ട് ക്ലച്ച് മുഴുവൻ ബ്രേക്ക് പോയി ചവിട്ടി നിർത്തിക്കും. ന്യൂട്രൽ ഹാൻഡ് ബ്രേക്ക് ചുമ്മാ അടിച്ചാൽ